നമസ്കാരം, യൂക്യൂബ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളം ഓടിക്കയറി ചരിത്രത്തിലേക്ക്. ഉജ്ജ്വലമായി റൺ കേരള റൺ. പൊതുജനങ്ങളെ നെട്ടോട്ടമോടിച്ച് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ റൺ കേരള റൺ. റേഷൻ കാർഡ് പുതുക്കൽ പ്രക്രിയയിൽ ജനമറിയുന്നു. കേരള പോലീസിന് അഭിമാനമായി പെരിന്തൽമണ്ണ പോലീസ്. ഞാൻ ദയാനന്ദൻ. വാർത്തകൾ വിശദമായി. ദേശീയ ഗെയിംസ് വിളംബരം ചെയ്തുള്ള റൺ കേരള റൺ ആവേശമായി. പങ്കെടുത്തത് ജനലക്ഷങ്ങൾ. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. മഹാകവി വള്ളത്തോളിന്റെ വാക്കുകൾ ഒരു ജനത നെഞ്ചിലേറ്റിയ ദിവസമായിരുന്നു ഇന്ന്. ഭാരതത്തിന്റെ ദേശീയ ഗെയിംസിന് കേരളത്തിന്റെ നമസ്കാരം. 35ാമത് ദേശീയ ഗെയിംസ് വിളംബരം ചെയ്തുള്ള റൺ കേരള റൺ അക്ഷരാർത്ഥത്തിൽ ആവേശക്കടലായി മാറി. ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയ ആ നിമിഷം രാവിലെ 10:30 ആയിരുന്നു. തലസ്ഥാന നഗരിയിൽ ഗവർണർ പി സദാശിവം ഫ്ളാഗ് ഓഫ് ചെയ്തപ്പോൾ റൺ കേരള റണ്ണിന് ആവേശത്തുടക്കമായി. പിന്നെയായിരുന്നു കേരളം കാത്തിരുന്ന നിമിഷം. കായിക ദൈവം സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലോടി. 7000-ലധികം കേന്ദ്രങ്ങളിലായി നടന്ന റൺ കേരള റണ്ണിൽ രാഷ്ട്രീയ, സാമൂഹിക, സിനിമ, കായിക രംഗങ്ങളിലെ പ്രമുഖരുടെ നിര തന്നെ ഓടാനെത്തി. പെരിന്തൽമണ്ണയിൽ നടന്ന റൺ കേരള റൺ ഡിവൈഎസ്പി PM പ്രദീപ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ, ISS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, സഹകരണ കോളേജ്, സിൽവർ മൗണ്ട് സ്കൂൾ, ഇലക്ട്രോ ITI എന്നീ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും കുട്ടികൾ ഓടാനെത്തി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, സന്നദ്ധ സംഘടനകൾ, വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളിലെ ജോലി ചെയ്യുന്നവർ, പൊതുജനങ്ങൾ ഏവരുടെയും പങ്കാളിത്തം റൺ കേരള റണ്ണിന് നിറം ചാർത്തി. ആവേശം അവസാനിക്കുന്നില്ല. ഇനി 25-ന് പെരിന്തൽമണ്ണ വീണ്ടും ഓടും. റൺ കേരള റണ്ണിന് പിന്നാലെ റൺ പെരിന്തൽമണ്ണ റണ്ണിനും നാടൊരുങ്ങുകയാണ്. ആ ശുഭമുഹൂർത്തത്തിന് ഇനി വെറും 5 നാൾ മാത്രം. കാത്തിരിക്കാം, കൂടെ ഓടാം. റൺ പെരിന്തൽമണ്ണ റൺ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. പൊരിവെയിലത്ത് പൊതുജനങ്ങൾക്ക് ഇരട്ടടി നൽകി സിവിൽ സപ്ലൈസ് വകുപ്പ്. ചിട്ടയായ ക്രമീകരണങ്ങളില്ലാതെ റേഷൻ കാർഡ് പുതുക്കൽ. ആശങ്കയൊഴിയാതെ കേരള സമൂഹം. ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചെന്ന ചൊല്ല് അന്വർത്ഥമാക്കുകയാണ് കേരള സിവിൽ സപ്ലൈസ് വകുപ്പ്. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന സാധാരണ ജനങ്ങൾക്ക് ആശ്വാസ കേന്ദ്രമാണ് റേഷൻ കടകൾ. എന്നാൽ പാസ്പോർട്ട് എടുക്കുന്നതിലും ബുദ്ധിമുട്ടാണ് ഇന്ന് കേരളത്തിൽ റേഷൻ കാർഡ് പുതുക്കണമെങ്കിൽ. പുതിയ നിയമപ്രകാരം ഭവനത്തിലെ മുതിർന്ന വനിതകളുടെ പേരിലാണ് റേഷൻ കാർഡുകൾ നൽകുന്നത്. പലരും രോഗത്തിലും അവശതയിലും കഴിയുന്നവർ. അങ്ങനെയുള്ള ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഇന്ന് റേഷൻ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫോട്ടോ എടുക്കാൻ മണിക്കൂറുകൾ ക്യൂവിൽ നിന്നത്. ദാഹിച്ചു വലയുന്നവർക്കോ കുഴഞ്ഞു വീഴുന്നവർക്കോ ഒരു തുള്ളി വെള്ളം കൊടുക്കാനുള്ള സംവിധാനം പോലും എങ്ങും കണ്ടില്ല. റേഷൻ കാർഡ് പുതുക്കൽ നടപടി ഓരോ റേഷൻ കടകൾ കേന്ദ്രീകരിച്ചായിരുന്നു നടന്നിരുന്നത് എങ്കിൽ പൊതുജനങ്ങൾ നേരിട്ട ബുദ്ധിമുട്ടിന് ഒരു പരിധിവരെയെങ്കിലും പരിഹാരമായേനെ. ഓരോ റേഷൻ കടയ്ക്ക് ഓരോരോ കൗണ്ടർമാരെ അയച്ചിരുന്നെങ്കിൽ വളരെ സുഖമായിരുന്നു. ഇതല്ലാതെ ഇത്രയും ജനങ്ങളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് മണിക്കൂർ കണക്കാണ് ഇവിടെ ലൈനായി നിൽക്കുന്നത്. ജനാധിപത്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനത്താണ് ജനത്തിന്റെ മുകളിൽ ഇത്തരം നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്. അനുസരിക്കാനേ നിർവാഹമുള്ളൂ. കാരണം ഇതൊരു അവശ്യ വസ്തുവായി പോയി. ഇന്ന് രാവിലെ റൺ കേരള റൺ എന്ന പരിപാടി നടത്തി അഭിമാനിക്കുന്ന കേരള സർക്കാർ അതിനുശേഷം നടന്ന സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ റൺ കേരള റൺ കാണാനും ബാധ്യസ്ഥരാണ്. കഠിനാധ്വാനം, സ്ഥിരോത്സാഹം, ആത്മാർത്ഥത, അന്വേഷണ ബുദ്ധി. പെരിന്തൽമണ്ണ പോലീസ് ജൈത്രയാത്ര തുടരുന്നു. 45 കിലോ കഞ്ചാവ് പിടിച്ചത് തമിഴ്നാട്ടിലെ തിരുപ്പൂർ സ്വദേശിയിൽ നിന്ന്. മാർക്കറ്റിൽ $2 കോടി വിലമതിക്കുന്ന 45 കിലോ കഞ്ചാവാണ് പെരിന്തൽമണ്ണ പോലീസ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പിടികൂടിയത്. തമിഴ്നാട്ടിലും കേരളത്തിലുമായി 40ഓളം വിതരണക്കാരുള്ള കഞ്ചാവ് മാഫിയ തലവൻ തമിഴ്നാട് കമ്പം തേനി ഉലകത്തേവർ സ്ട്രീറ്റിൽ ഒച്ചാർ എന്ന ഒച്ചത്തേവറിനെയാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം 11 കിലോ കഞ്ചാവുമായി കോഴിക്കോട് പുറക്കാട്ടിരി 4 വയൽ സ്വദേശി ബൈത്തന്നൂർ വീട്ടിൽ അബ്ദുൽ നാസർ പിടിയിലായിരുന്നു. ഈ പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് വൻ കഞ്ചാവ് വേട്ട നടന്നത്. അയാൾ ട്രെയിനിൽ തന്നെയാണ് ഈ സാധനങ്ങൾ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് അയാളുടെ മുമ്പ് ചോദിച്ചതിനകത്ത് മനസ്സിലായത്. ഇതിന് മുമ്പ് ഇയാളുടെ പേരിൽ വല്ല കേസുണ്ടോ? നേരത്തെ കമ്പം അവിടെയൊക്കെ അയാൾക്ക് കേസുണ്ട്. കഞ്ചാവ് തന്നെയായിരുന്നു? അതെ, കഞ്ചാവ്. ഇവിടെ സ്റ്റേഷനൊന്നുമില്ല. ഇവിടെ അറസ്റ്റിലായ പ്രതി തമിഴ്നാട്ടിൽ കമ്പം, തേനി തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടയാളാണ്. തിരുപ്പൂർ ടൗണിൽ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. മുറികളിലും അടുക്കളയിലും പൂജാമുറിയിലുമാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങിയിരുന്നത്. ഈ സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങുന്ന കഞ്ചാവ് കിലോയ്ക്ക് 4000 രൂപയായും വിതരണക്കാരിലേക്ക് 12,000 രൂപയായും ഉപഭോക്താക്കൾക്ക് 25,000 രൂപയുമായിട്ടാണ് വിൽക്കുന്നത്. പെരിന്തൽമണ്ണ പോലീസിന് വളരെയധികം അഭിമാനിക്കാവുന്ന കഞ്ചാവ് വേട്ടയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ചുള്ള പലവിധ കേസുകളും അന്വേഷിച്ച് മുക്തകണ്ഠം പ്രശംസ നേടിയവരാണ് ഈ കേസും അന്വേഷിക്കുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ദേബേഷ് കുമാർ ബെഹ്റയുടെ
പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഡിവൈഎസ്പി PM പ്രദീപ്, CI KM ബിജു, SI CK അബ്ദുൽ നാസർ, P മോഹൻദാസ്, ശ്രീകുമാർ, CP മുരളി, CV സന്തോഷ്, മോഹനകൃഷ്ണൻ, ഷബീർ, കൃഷ്ണകുമാർ, അഭിലാഷ്, അഷ്റഫ് കൂട്ടിൽ, അനിൽ ചാക്കോ തുടങ്ങിയവരാണ് കേസ് അന്വേഷിക്കുന്നത്. കാളികടവിലെ PWD പാലം സർക്കാർ വാഗ്ദാനം നടപ്പാക്കണമെന്ന് കാളികടവ് പാലം സർവകക്ഷി ആക്ഷൻ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ തൂതപ്പുഴക്ക് കുറുകെ കാളികടവ് പാലം 10 കോടി രൂപ മതിപ്പു ചിലവിൽ നിർമ്മിക്കുന്ന പദ്ധതി പൊതുമരാമത്ത് വകുപ്പ് സർക്കാർ നൽകിയിട്ട് 3 വർഷം പിന്നിടുന്നു. ഇക്കാലമത്രയും സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആലിപ്പറമ്പ് കാളികടവിൽ പാലം മഞ്ഞളാംകുഴി അലിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. പാലം യാഥാർത്ഥ്യമാക്കാത്തതിൽ പൊതുജനങ്ങൾക്കിടയിൽ കടുത്ത ആശങ്കയുണ്ട്. ഈ സാഹചര്യത്തിൽ 2015-16 വർഷ ബജറ്റിൽ കാളികടവ് പാലത്തിന് മതിയായ തുക വകയിരുത്തണമെന്നും പാലം നിർമ്മാണ പ്രവൃത്തി ഉടൻ ആരംഭിക്കണമെന്നും സർവകക്ഷി ആക്ഷൻ കമ്മിറ്റി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. യോഗത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് M മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. K രാധാകൃഷ്ണൻ കാര്യങ്ങൾ വിശദീകരിച്ചു. TK മൊയ്തുപ്പൂ, ET മൊയ്തീൻ, TK സിദ്ദീഖ്, MP മോഹനൻ, കണമല ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. രണ്ടാമത് വള്ളുവനാട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ജനുവരി 23 മുതൽ 26 വരെ പെരിന്തൽമണ്ണ സംഗീത തിയേറ്ററിൽ നടക്കും. പെരിന്തൽമണ്ണ നഗരസഭ, വള്ളുവനാട് ഫിലിം സൊസൈറ്റി, മലബാർ ഫിലിം സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രണ്ടാമത് വള്ളുവനാട് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ജനുവരി 23, 24, 25, 26 തീയതികളിൽ പെരിന്തൽമണ്ണ സംഗീത തിയേറ്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലോക സിനിമ, ഇന്ത്യൻ സിനിമ, സമകാലിക മലയാള സിനിമ എന്നീ വിഭാഗങ്ങളിൽ 15ഓളം സിനിമകൾ പ്രദർശിപ്പിക്കുന്ന മേള ജനുവരി 23 വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് സംവിധായകൻ MP സുകുമാരൻ നായർ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്രോത്സവ പതിപ്പ് സംവിധായകൻ M പത്മകുമാർ പ്രകാശനം ചെയ്യും. തുടർന്ന് കേരളത്തിലെ ആദ്യ സ്കൂൾ സിനിമയായ ലസാഗുവിന്റെ ആദ്യ പ്രദർശനം നടക്കും. മേളയിൽ 2 ഓപ്പൺ ഫോറങ്ങൾ സംഘടിപ്പിക്കും. സിനിമയിലെ ഭാഷയും സിനിമയുടെ ഭാഷയും, ന്യൂ ജനറേഷൻ സിനിമയിലെ രാഷ്ട്രീയ പാഠങ്ങൾ എന്നീ വിഷയങ്ങളിൽ ചർച്ച നടക്കും. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ നിഷി അനിൽരാജ്, നഗരസഭാ വൈസ് ചെയർമാൻ M മുഹമ്മദ് സലീം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AP സുശീല, കൗൺസിലർ C പത്മനാഭൻ, നഗരസഭാ സെക്രട്ടറി TS സൈഫുദ്ദീൻ, ഡോക്ടർ വേണുഗോപാൽ, അരുൺകുമാർ PT, PK ഫസൽ റഹ്മാൻ, അനീസ് ചൂണ്ടിയിൽ, സജി ചെറുകര, ഡോക്ടർ S സഞ്ജയ്, ശശി പെരിന്തൽമണ്ണ, ദാമു സോഡിയാക്, EK ജയകൃഷ്ണൻ, ഡോക്ടർ PV അരുൺ, ബെന്നി തോമസ് എന്നിവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ നഗരസഭയിൽ ഒലിങ്കര എരവിമംഗലം വളയമൂച്ച് റോഡിന്റെ പുനരുദ്ധാരണത്തിന് 1.5 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി മഞ്ഞളാംകുഴി അലി അറിയിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിൽ ഉൾപ്പെടുന്ന ഒലിങ്കര എരവിമംഗലം വളയമൂച്ചി റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് 1,43,50,000 രൂപയുടെ എസ്റ്റിമേറ്റിന് സാങ്കേതിക അനുമതി ലഭിച്ചതായി നഗരകാര്യ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴി അലി അറിയിച്ചു. ചെർപ്പളശ്ശേരി പട്ടാമ്പി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പെരിന്തൽമണ്ണ ടൗൺ ടച്ച് ചെയ്യാതെ കടന്നുപോകാൻ ഉപകരിക്കുന്ന ഈ റോഡ് 500-ൽ പരം കുടുംബങ്ങൾക്ക് നേരിട്ട് പ്രയോജനപ്പെടുന്നതാണ്. കാലങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്ന ഈ മുനിസിപ്പൽ റോഡ് പുനർനിർമ്മാണം നടത്തണമെന്ന ആവശ്യം ശക്തമായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് സിജോ ജോസഫ് മിസ്റ്റർ മലപ്പുറം. ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ സിജോ ജോസഫ് മിസ്റ്റർ മലപ്പുറമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ജൂനിയർ വിഭാഗത്തിൽ TP ഫസൽ റഹ്മാനും, സബ് ജൂനിയർ വിഭാഗത്തിൽ MK അലിയും, മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ TP ബാലകൃഷ്ണനും ജേതാക്കളായി. ജില്ലാ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ, സ്പോർട്സ് കൗൺസിൽ, മലബാർ ഹെൽത്ത് ക്ലബ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം ഓടിക്കയറി ചരിത്രത്തിലേക്ക്. ഉജ്ജ്വലമായി റൺ കേരള റൺ. പൊതുജനങ്ങളെ നെട്ടോട്ടമോടിച്ച് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ റൺ കേരള റൺ. റേഷൻ കാർഡ് പുതുക്കൽ പ്രക്രിയയിൽ ജനമറിയുന്നു. കേരള പോലീസിന് അഭിമാനമായി പെരിന്തൽമണ്ണ പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.